എല്ലാവർക്കും വി ടോക്സിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ വി ടോക്സിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ മത്സരാർത്ഥികളെ കൊണ്ട് ഒരു പബ്ലിക് എക്സ്പെരിമെന്റ് ചാലഞ്ച് ആണ് ഗൈസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെഡിയാണോ നിങ്ങൾ? പുറത്തിറങ്ങി ആൾക്കാരോട് എക്സ്പെരിമെന്റ് ചെയ്തൊന്നും വിഷയമില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാൻ ഡെയിലി ചെയ്യാറുണ്ട്. ഇവര് ഓൾറെഡി പ്രിപ്പയർഡ് ആണെന്ന് പറയുന്നത്. ഇവിടെ തമ്മനത്തിന്റെ അടിയിലാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് കുറച്ച് ഓഡിയൻസിനായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു ചാലഞ്ച് ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ചാലഞ്ചിൽ നമ്മൾ എന്തായാലും രണ്ട് ടീമായിട്ടാണ് ഗൈസ് ഇവിടെ ഓൾറെഡി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ടീം വാസ്കോ ആൻഡ് വക്രി. എന്തെങ്കിലും പേരുണ്ട് ടീമിന്? വാസ്കോ ആൻഡ് വക്രി. പിന്നെ ഞങ്ങളുടെ ടീമിന്റെ പേര് ഞങ്ങളുടെ പേര് ഒന്ന് തന്നെ. അതല്ല എത്ര ഉള്ളു. അത് വളരെ മോശം. ടീം ബോച്ചാങ്ക. ഓക്കെ ഗൈസ്, ഇവിടെ കൊമ്പൻ ആൻഡ് ആക്കിയ ഒരു ടീമാണ്. നിങ്ങൾക്ക് പേരുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിൽ, അതായത് നിങ്ങൾ പബ്ലിക്കിൽ പോയിട്ട് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഓരോ ടീമിനും നമ്മൾ ഒരു 3 ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. സോ അത് തരും. ആക്രാമം കാണിക്കല്ലേ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് 2 പേർക്ക് ഞാൻ ഓരോ സ്ഥലം ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ടീമിന് നമ്മൾ സുഭാഷ് പാർക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സ്ഥലങ്ങളൊക്കെ ഉള്ള കൊമ്പൻ ടീമിന് ഞാൻ നമ്മുടെ മറൈൻ ഡ്രൈവ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഞാൻ അങ്ങോട്ട് നോക്കി പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓഡിയൻസിന്റെ അടുത്ത് ചെല്ലുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ഫുഡ് ഐറ്റം ഉണ്ടല്ലോ, ഒരു ടീമിന് 3 ഫുഡ് ഐറ്റം ഉണ്ട്. ആ ഓഡിയൻസിന്റെ, നിങ്ങൾ പോയി കാണുന്ന ആളുടെ വായിൽ നിന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഫുഡ് ഐറ്റം അവന്റെ വായേന്ന് വരണം. അതിനു വേണ്ടി അങ്ങനല്ല ഗൈസ്, അവര് പറയണം, പേര് പറയണം, നിങ്ങളുടെ കയ്യിലെ ഫുഡ് ഐറ്റം പേര് പറയണം. ചായക്കടയിലൊക്കെ ഓടി ചെന്നിട്ട് തിന്നുന്ന വട വായിന്ന് എടുത്തോണ്ട് വരും. അവരെ കാണിച്ചെടുത്ത് മണപ്പിച്ചാലല്ല, കാണിക്കാനോ പറയാനോ ഒന്നും പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ഫുഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്ത് വേണമെങ്കിൽ ചോദിക്കാം. എന്നിട്ട് അവര് ഫുഡ് വരണം, വായന്ന് ആ ഫുഡിന് പേര് വരണം. ഇപ്പൊ നിന്റെ ഫേവറേറ്റ് ഫുഡ്, നിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? മന്തി. മന്തി. അതേപോലെ നീ ഓഡിയൻസ് ചോദിക്കുമ്പോൾ അവർ നിന്റെ കയ്യിൽ മന്തി ഉണ്ടാവണം, മനസ്സിലല്ലേ? അപ്പൊ ഒരു മന്തി എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് ആവും. മന്തി എന്ന് പറഞ്ഞല്ലോ, മന്തിയിൽ കുറെ മന്തി ഉണ്ടല്ലോ, മറ്റേ ആടുമന്തി, പോത്തുമന്തി, അങ്ങനെ പല മന്തികളുണ്ട്. കോഴിമന്തി, കുഴിമന്തി, അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. അത് അതിന് പറഞ്ഞല്ലേ. എന്തായാലും 2 ടീമിന് വെറൈറ്റി ഫുഡാണ് കൊടുക്കുന്നത്. ഡിഫറൻസ് ഉണ്ട്, സെയിം അല്ല. കട്ടൻ ചായ കൊടുക്കാം. നമ്മുടെ വാസ്കോനും ടീമിന് കൊടുക്കാവുന്ന 3 ഫുഡ് ഐറ്റംസിൽ ഒന്നാമത്തത് ഗൈസ് നമ്മുടെ ബീഫ് മന്തി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അൽഫാം ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്. ഓക്കെ, തെറ്റല്ലേ? ഇനിയില്ല, അത് മതി. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ഫുഡ് ഐറ്റം ആണ് നമ്മുടെ വാസ്കോയുടെ ടീമിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ AK കൊമ്പൻ ടീം ഇതൊന്നും കയ്യിൽ തരും, സമാധാനപ്പെടും. ഡിണ്ടിങ്ങിൽ ബിരിയാണി കൊടുത്താൽ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ AK കൊമ്പൻ ടീമിന് വേണ്ടി കൊടുക്കാൻ പോകുന്ന ഫസ്റ്റത്തെ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ബർഗർ ഉണ്ട്, വെജ് പിസ്സ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ഉണ്ട് ഗൈസ്. ഓക്കെ, അതിന് ബീഫ് ബിരിയാണി വെജ് പിസ്സ അത് വെറൈറ്റി വെച്ചാണ്. വെജ് പിസ്സ തന്നെ പറയണം. അതാണ് ഗൈസ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സമ്മാനം എങ്ങനെയാണെന്നുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഇല്ല. നിങ്ങൾക്ക് തന്ന ടാസ്ക് ഇല്ലേ, ഈ ടാസ്ക് ഓഡിയൻസിനുള്ള ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ആദ്യം ഏത് ടീമാണ് ഇവിടെ എത്തുന്നത് അവരായിരിക്കും ഈ ഒരു ചാലഞ്ച് വിന്നറും. അവർക്കായിരിക്കും നമ്മൾ ഒരു പ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് അപ്പൊ പറയുന്നില്ല, അത് നമുക്ക് വഴി കാണാം. അപ്പൊ എന്തായാലും തന്ന ചാലഞ്ച് എന്തായാലും കംപ്ലീറ്റ് ആക്കുക, ഓഡിയൻസിനെ കൊണ്ട് പറയിപ്പിക്കരുത്. മറ്റേ ചാനലിലടക്കം ചീത്ത പേരല്ല പറയിപ്പിക്കേണ്ടത്. അവിടെ ചെല്ലുമ്പോ എന്നെ പോലെ ആയിരിക്കും. ഓക്കെ, ഫൈൻ, കൂൾ. അപ്പൊ എന്തായാലും റെഡി അല്ലേ? ടീം വാസ്കോ എന്നാ ഓടിക്കോ. നിങ്ങളോടല്ലേ എടാ, ഇവനുണ്ടോ? ഓക്കെ, കൊമ്പനൊക്കെ റെഡി അല്ലേ? എന്നാ ഓടിക്കോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചാനലിന്റെ ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഏത് ടീമാണ് ആദ്യം എത്തുക എന്നുള്ളത് നമുക്ക് വേണ്ടി നോക്കാം. സോ അതുപോലെ തന്നെ ഗൈസ് ലാസ്റ്റ് ഒരു ടിസ്റ്റ്. ഓക്കെ, അപ്പൊ ഞങ്ങള് ഇറങ്ങുവാണ് അല്ലേ? ഞങ്ങള് രണ്ടുപേരും വെവ്വേറെ വഴിക്ക്. നമുക്ക് കിട്ടിയത് കൊച്ചി സുഭാഷ് പാർക്കാണ്. ഇവർക്ക് കിട്ടിയത് മറൈൻ ഡ്രൈവ് അല്ലേ? നീയൊക്കെ വരുമ്പോ നമ്മളവിടെ കാലും കെട്ടി നമ്മളെ കഴിച്ചതിന് പൊക്കോണ്ട്. അപ്പൊ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, കാരണം നമ്മൾ ഒരു മൂലക്കാണ് വണ്ടി വർക്ക് ചെയ്ത ആൾക്കാരുള്ള കാരണം. സുഭാഷ് പാർക്കിന്റെ മറൈൻ ഡ്രൈവ് ഗൈസ് പേടിച്ചിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ ഇന്ററാക്ട് ചെയ്യണ കാരണം എനിക്കും ചെറിയൊരു പേടിയുണ്ട്. സോ ഗൈസ്, അപ്പൊ എന്തായാലും കൊടുക്കും. നമ്മൾ രണ്ടുപേരും കൂടെ നമുക്ക് ചോദിക്കാം. എന്തായാലും ചാലഞ്ചിന് നമുക്ക് പെട്ടെന്ന് തീർക്കണം ഗൈസ്. അങ്ങനെ നമ്മള് മറൈൻ ഡ്രൈവിന്റെ ഏകദേശം ഒരു കോർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ വന്ന പോലെയല്ല, ഭയങ്കര തിരക്കാ. എങ്ങനെ ഈ പരിചയമില്ലാത്തവരുടെ അടുത്ത് അങ്ങോട്ട് ചോദിക്കുന്നേ? അതൊക്കെ ഇത്തിരി പണിയാണ്. അപ്പൊ നമുക്ക്
നോക്ക ട്രൈ ചെയ്യാൻ കഴിയും. ഇതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാലേ മോനെ ഇവിടെ വന്നേടാ. നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യില്ല. അപ്പൊ നമ്മളിപ്പം ഉള്ളത് സുഭാഷ് പാർക്ക്. ഇവിടെ ജനസാഗരാണ്. ഫുള്ള് തിരക്കാണ് കഴിച്ചു. ഇവിടെ പാട്ട് സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ എന്തായാലും തുടങ്ങാം. പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കണ്ടിട്ട് ഇവൻ വലിയ പഠിപ്പായിരുന്നു സ്കൂളില്. അല്ല ഇവന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? IAS ആവണമെന്നാണ്. പക്ഷെ ഇതുവരെ ഡിഗ്രി എഴുതി കഴിഞ്ഞിട്ടില്ല. അവൻ അത് തീർത്തിട്ടില്ല. അതൊക്കെ നമ്മൾ തീർക്കും. അല്ല ഐഷ ടീച്ചർ അതെ അതിന്റെ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അവളൊക്കെ അവള് ഞാൻ സമ്മതിക്കുന്നത്. അപ്പൊ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ബാഗിൽ ഒരു റാൻഡം ഫുഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത് ഒറ്റ ചാൻസേ ഉള്ളൂ. രണ്ടാമത് ഡിസ്കസ് ചെയ്തിട്ട് വരാം. ഈ ഫുഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫുഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്തുള്ള ഫുഡ് കറക്റ്റ് ഗസ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആ ഫുഡ് നിങ്ങൾക്ക് തരും. ഫുഡ് ഐറ്റംസ് ആണ്, സ്നാക്സ് അല്ലേ? മെയിൻ കോഴ്സ്. ഇത് കോടീശ്വരം പോലെയല്ലേ? ടിക് ടിക് ഒക്കെ കാണണോ? താങ്ക് യു. അങ്ങനെ നമ്മളിങ്ങനെ വന്നപ്പോ 3 പേരെ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഹൈ ബ്രോ. ഹൈ, പേരെന്തായിരുന്നു? കിരൺ. ബ്രോ അപ്പൊ ചലഞ്ച് എന്തിട്ടാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 3 ഫുഡ് ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഫുഡിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫുഡ് ഫ്രീ ആയിട്ട് തരും. ഫേവറേറ്റ് ഫുഡ് ആയിട്ട് ഏതോ? ബിരിയാണി. ഏത് ബിരിയാണി? ചിക്കൻ. ബിരിയാണി ഉണ്ട്, പക്ഷെ ബീഫ് ബിരിയാണി ആയിരുന്നു. അയ്യോ ജസ്റ്റ് ഇല്ല അടുത്തേക്ക് പിടിക്കാം. ഓക്കെ അപ്പൊ ഇവര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയാണേ. അയ്യോ കൊണ്ട് ആണല്ലേ? ശരിടാ, നീ ഞങ്ങളെ രക്ഷിച്ചറാവനെ. നിനക്ക് ഞാനൊരു ഉമ്മ തരും. നന്ദി. കൊണ്ടുവെക്കോ കൈസോ? അയ്യോ കൈസ്, ഇനി 2 കൂടി ഉള്ളു. പേരെന്തായിരുന്നു? ഓക്കെ, ഒന്നും ഒരിക്കലും ഞാൻ മറക്കൂല. എന്റെ ഇതിലൊക്കെ എന്ത് കിളിയൊക്കെ പാറുന്നു. 2 കൂടി ഉള്ളു. ബ്രോ പറ ഫേവറേറ്റ് ഫുഡ് ഏതാ? പിസ്സ. പിസ്സ പിസ്സ. എന്ത് പിസ്സ? വെജ് പിസ്സ. വെജ് പിസ്സ. വെജ് പിസ്സ നമ്മുടെ കയ്യില് പിന്നെന്താ നീ വെജ് പിസ്സ? അല്ലല്ല, എന്തായാലും അങ്ങനെ പിസ്സ എടുത്തിട്ടുണ്ട്. ഹാപ്പി അല്ലേ? അപ്പൊ നിങ്ങളത് എൻജോയ് ചെയ്ത് കഴിക്കും. ഇല്ലില്ല, അത് മാസ്കോയെ പാക്ക് ചെയ്ത് വെച്ചാൽ അവൻ തിന്നോന്ന് അറിയില്ല. നിങ്ങൾ ഗസ് ചെയ്യുന്ന ഫുഡ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഫേവറേറ്റ് ഫുഡ് ഏതാ? എന്ത് ബിരിയാണി? ബർഗർ. ബർഗർ ഉറപ്പിച്ച് അവന്മാരുടെ ബാഗിലേ അല്ല, നമ്മുടെ ബാഗിലുണ്ട്. അപ്പൊ ബർഗർ കിട്ടി. അവിടെ ബിരിയാണി ഉണ്ട്, പക്ഷെ ബീഫ് ബിരിയാണിയാ, ചിക്കൻ ബിരിയാണി ഇല്ല. ജസ്റ്റ് മിസ് നിനക്ക് ബർഗർ എടുക്കും. ബർഗർ അടിച്ചട്ടാ. അത് ഞാൻ വിചാരിച്ചില്ല ടോം ബർഗർ പറയുന്നത്. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഇതില് 2 ടൈപ്പ് ഫുഡ് ഉണ്ട്. അയ്യോ, അപ്പൊ അനിയത്തി ഇവിടെ 2 ഫുഡ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ളതാവും എല്ലാത്തതാവും. പക്ഷേ നിങ്ങൾ ഗസ് ചെയ്യുന്ന ഫുഡ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. മെയിൻ കോഴ്സ്. ഇതിൽ മന്തി ഉണ്ട്, പക്ഷെ അത് ഏതെന്ന് ഗസ് ചെയ്യും. 3 ടൈപ്സ് ഉണ്ട്. ചിക്കൻ, ബീഫ്, മട്ടൺ. സത്യം പറഞ്ഞ ഈ 3 ഈ നാട്ടുകാർ പറഞ്ഞില്ലെങ്കിലേ ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാൻ പറ്റൂല. അപ്പം യെസ്, അപ്പം ഓക്കെ. ഓ സത്യം, ഞാൻ ആദ്യമായിട്ട് ഇത്ര ഹാപ്പിനെസ് കണ്ടുകളെ കാണുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണി. എന്ത് ബിരിയാണി? ഞാണെങ്കിൽ അത് അപ്പോ ഹാപ്പി അല്ലേ? ഇതില് 3 ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു. ഇനി 1 ടൈപ്പ് കൂടെ ഉള്ളൂ. ബാക്കി എല്ലാവരും സെലക്ട് ചെയ്ത് പോയി. അപ്പം ലാസ്റ്റ് ഫുഡാണ്, മെയിൻ കോഴ്സ് ആണ്. അപ്പൊ കറക്റ്റ് ഗസ് ചെയ്ത് ആ ഗസ് ഇതിനകത്ത് കറക്റ്റ് ആണെങ്കിൽ ചേച്ചിക്ക് ആ ഫുഡ് കിട്ടും.
ചേട്ടൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്തോട്ടോ, ഒരു ചാൻസേ ഉള്ളു. ഓ നന്ദി നന്ദി നന്ദി. ഇതില് 3 times അൽഫാം ഉണ്ട്. നിങ്ങളെ കൊണ്ടേ പറ്റൂ. അപ്പൊ ഹാപ്പി. അതെ, ഞങ്ങള് കൊറേ നേരമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. അതെ, ഇത് 3 കറക്റ്റ് പറഞ്ഞു കൊടുക്കാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. എനിവേ താങ്ക് യു സോ മച്ച്. അങ്ങനെ തീർന്നു. അപ്പൊ ഇനി നമ്മൾ ബൈക്ക് എടുക്കുന്നു, പോകുന്നു. അപ്പൊ നമ്മുടെ ചാലഞ്ച് ഇവിടെ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഗൈസ് ഇവിടെ കൊമ്പൻ ആൻഡ് AK ഇവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ് ഞാൻ ബേസിക്കലി ഗൈസ് ഞാൻ വാസ്കോന്റെ ടീം ഫസ്റ്റ് എത്തുന്നു വിചാരിച്ചു ഗൈസ്, പക്ഷേ അവരെ വെട്ടിച്ച് നമ്മുടെ കൊമ്പനും AK ഇവിടെ ഗൈസ് ഫസ്റ്റ് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയോ? അടിച്ചു പൊളിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഒരു ചാലഞ്ച് ഒക്കെ നമ്മുടെ ഓഡിയൻസിനായിട്ടൊക്കെ ചാലഞ്ച് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു? എന്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയ ചെറിയ പമ്മലുണ്ടായിരുന്നു, എന്നാലും പക്ഷെ ഞാൻ സെറ്റാക്കി പക്ഷേ ടൈം എടുത്ത് നന്നായി. നമുക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു, ഭയങ്കര ടൈം എടുത്ത് പടപടാന്ന് ഇതാക്കി. ഓഡിയൻസിനെ ഇന്ററാക്ട് ചെയ്തിട്ടില്ലല്ലേ കൂടുതൽ. എന്തായാലും നമ്മൾ അങ്ങനത്തെ ചാലഞ്ച് ഒക്കെ വരും. അതല്ല ഇതിന് മുന്നേ ചെയ്തിട്ടില്ലല്ലോ. എന്തായാലും അങ്ങനത്തെ ചാലഞ്ച് ഒക്കെ വരും. ഫസ്കോം വക്രി വരാണ്ട് കഴിച്ചു, അവർ വന്നിട്ടില്ല. സോ അപ്പോ നമുക്ക് അവർക്ക് വന്നിട്ട് നമുക്ക് എന്തായാലും ഇവർക്കുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാലോ അല്ലേ. പിന്നെ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, അത് നമുക്ക് എന്തായാലും റെഡിയാക്കാം. നമ്മുടെ സർപ്രൈസ് ഉണ്ട്, നമ്മളെല്ലാ ചാലഞ്ചിലും ഒരു സർപ്രൈസ് ഉണ്ടാവുമല്ലോ. അത് അങ്ങനെയല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ അവര് വരട്ടല്ലേ അല്ലേ, എന്നിട്ട് നമുക്ക് നമ്മുടെ ഫുഡ് എടുക്കാം. യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടീം ഇച്ചിരി ലേറ്റ് ആയിട്ടാലും ഇവിടെ ഇച്ചിരി അധികം ലേറ്റ് ആയിട്ടാലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വാസ്കോ മോനും അതുപോലെ തന്നെ ബക്രി മോനും 2 മോനുകളും എത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പബ്ലിക് ചലഞ്ച് എല്ലാം നൈസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആശുപത്രി ചില സാങ്കേതിക പണി കിട്ടി. നമുക്ക് വണ്ടിക്ക് ചെറിയ ബ്രേക്ക് ഡൗൺ കിട്ടി. ഓട്ടോ പിടിച്ച് പോകണമായിരുന്നു. എന്തൊക്കെയായാലും നമ്മൾ ജയിച്ചു. ഇന്നത്തെ ഒരു ചാലഞ്ചിൽ കാഴ്ച നമ്മുടെ വിന്നർ ആയിട്ടുള്ളത് മറ്റാരുമല്ല, ഒരു 20 മിനിറ്റിന്റെ ഡിഫറൻസിൽ കാഴ്ച നോക്കി നമ്മുടെ ഒരാളടുത്ത് പോലും ഇവൻ ചോദിച്ചിട്ടില്ല ചേട്ടാ ഒരു വീഡിയോ എടുക്കട്ടെ, എല്ലാം തെണ്ടി ഓടി വന്ന് ചോദിച്ചത് ഞാനാ. ചോദിച്ചാ പറയാ എനിക്ക് പറ്റൂല. ടീം വർക്ക്. നിങ്ങൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വെജ് പിസ്സ, ബർഗർ, പിന്നെ ഒരു ഐറ്റം ഉണ്ടാവല്ലോ ബീഫ് ബിരിയാണി. ഓക്കെ, അപ്പൊ 3 ഐറ്റം ഇവിടെ വരട്ടെ ഗൈസ്. അപ്പൊ ഇവർക്ക് കൊടുത്ത 3 ഫുഡ് ഇവിടെ ഉണ്ട്. ഇനി ഗൈസ് നമ്മുടെ വാസ്കോൻ ടീമിന് എന്തൊക്കെയാ ഫുഡ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായത്? നമുക്ക് അൽഫാം, ബീഫ് മന്തി, പിന്നെ ബ്രോസ്റ്റഡ്. കട്ട കോംബോ ആണല്ലോ. വാസ്കോന്റെ ടീമിലെ ഫുഡ് ഐറ്റംസ് എടുക്കാം. ഓക്കെ, വാസ്കോന്റെ ടീം ചൂസ് ചെയ്തതിൽ നമ്മുടെ 3 ഫുഡില്ല, ബീഫ് മന്തി, അൽഫാം, ഫ്രൈഡ് ചിക്കൻ ഗൈസ്. ഓക്കെ, അതുണ്ട്. അപ്പൊ 3 ടീം എല്ലാം റെഡി അല്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ ജയിച്ച ടീമുള്ള സർപ്രൈസ് എന്ന് പറയുന്നത് ഗൈസ്, ഇതിൽ ഏത് ഫുഡും കഴിക്കാവുന്നതാണ് ജയിച്ച ടീമിന്. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ തോറ്റ ടീമിന് കഴിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇതില് ഡിന്നറിനുള്ളത്. അപ്പൊ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ബാക്കി വല്ല വരുവാണെങ്കിൽ കൊടുത്താൽ മതി. ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാമോ? നിങ്ങൾ അവരുടെ ഫുഡ് കഴിക്കാം, ആരുടെ ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ളത് കഴിക്കാം. അത് നിങ്ങൾ കഴിച്ച ബാക്കി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അയ്യോ, സർപ്രൈസ് ആയോ? ഭാസ്കർ ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? അതൊന്നും വേണ്ട. ഈ പിള്ളേരുടെ കാര്യം ജയിച്ച ടീം ആഹ്ലാദിച്ച് കഴിക്കുക. 20 മിനിറ്റിന്റെ വില ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സർപ്രൈസ് ആയോ എല്ലാവരും? അല്ലേ വിജയതാലോട്ടോ. എടുത്തോ. നീ ഇത്ര ക്ഷീണിച്ചോ? ഇത് കഴിക്കാം. അത് ഫുഡ് ഐറ്റം പറയാൻ സൗകര്യം ഉണ്ടാവില്ലല്ലോ ഇവിടെ. എന്നാ കഴിച്ചാ പോരെ, ഇതെന്താ ഒഴിഞ്ഞിട്ടൊക്കെ പരിപാടി? കണ്ണൂർ ചിക്കിങ്ങി പോയിരുന്ന് കഴിച്ചില്ലേ? എനിക്ക് ഇതുവരെ കണ്ണുവെച്ച് എന്താണ് മറ്റേ ബീഫ് മന്തി, പെരി പെരി അൽഫാം, ഫ്രൈഡ് ചിക്കന്, ഇതൊക്കെ ചൂസ് ചെയ്ത അവസരം കിട്ടാണ്ടായില്ലേ? ഇതെന്താ ബീഫ് മന്തി ചിക്കനോ? ഇജാതി കോമ്പോ. ബീഫ് മന്തിന് കൂടെ ഫ്രൈഡ് ചിക്കൻ.
ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഉറക്കം വന്നാലോ കേട്ട് ഇവിടുന്ന് വിടുള്ളൂ. ഗൈസ് കൂട്ടത്തില് വെജ് മാത്രം, ഇത് മാത്രമേ ഉള്ളൂ. പിസ്സ കുഴപ്പമില്ല, അവര് തന്നല്ലേ. എന്താ അൽഫാം വേണോ? അതിനോട് ചോദിക്കും, അതിനോട് ചോദിക്കും. ഓർഡർ ചെയ്തെടുത്ത് ചോദിച്ചു. മിക്കവാറും രണ്ടുപേരും ബാത്റൂമിലാണ്. ഇതെന്താ ഇത്? ബീഫല്ലാണത്. ഞാനും വരും 3 സെക്കൻഡ് ഞാൻ തരുന്ന ഫ്രൈഡ് ചിക്കൻ. ഇല്ലെങ്കിൽ നമ്മൾ മൊത്തം ഷെയറിംഗ് മെന്റാലിറ്റി, വേണമെങ്കിൽ തിന്നോ. ഷെയറിംഗ് മെന്റാലിറ്റി. എനിക്ക് ഞാൻ തരുന്ന ആരെന്നാലും വേണ്ട. ഇന്ന് കഴിച്ച ഓ അതാണ് സ്പിരിറ്റ്, ചാലഞ്ച് സ്പിരിറ്റ്. ഇതിപ്പോ ചതിച്ച് മേടിച്ച പോലെയല്ലേ, നമ്മളെ ചതിച്ചതാ. നമ്മള് മറൈൻ ഡ്രൈവിലോട്ട് വിളിച്ച് നമുക്ക് ഒപ്പരം പോവാടാന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ എത്തി നമ്മളെ 10 മിനിറ്റ് ഡിലേ അടിപ്പിച്ച് അവര് കഴിഞ്ഞില്ല. ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ച് അങ്ങോട്ട് വന്നത് നമ്മള് മണ്ടന്മാര്. എന്താ പറയാ, കൂട്ടുകാരല്ലേ അവരെ ഹെൽപ്പ് ചെയ്യാൻ ചെന്നപ്പം ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളും കൂടെ ഇത് ഗൈസ്, അതായത് ചുരുക്കം പറയാൻ നമ്മുടെ കൊമ്പര ടീം ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചു ഗൈസ്. അതിൽ ഇവർ രണ്ടുപേരും പെട്ടുപോയി. ചാലഞ്ച് ആണ് ഗൈസ്. അതൊക്കെ പറയാം. ചാലഞ്ച് എന്ത് വേണമെങ്കിൽ കളിക്കാം, എങ്ങനെ വേണമെങ്കിൽ കളിക്കാം. റൂൾസ് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ വേണമെങ്കിൽ കളിക്കാം. പക്ഷെ അതിൽ ഒരു പെട്ടുപോയി. റൂൾസ് ബ്രേക്ക് ചെയ്തില്ല. പക്ഷെ ഒരു സംഭവത്തിലെന്നേ പറഞ്ഞുള്ളൂ, ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലല്ലോ. ചാലഞ്ച് ചതിക്കലില്ല. പിന്നെ വിശ്വസിച്ച് കൂട്ടുകാരാണ് ഇവര്, നമ്മൾ അതുകൊണ്ട് ഇവര് നമ്മളെ വിശ്വസിച്ചു. നല്ല വിശപ്പ്. ഷോ എന്നാലും വാസ്കോ എത്ര കൊതി വിട്ടതാ ബീഫ് മന്തിയൊക്കെ. ഇല്ല നമുക്ക് വേണ്ട നമ്മളൊക്കെ ചലഞ്ച് നമ്മള് ചലഞ്ചിൽ ഈ പരട്ടമീശ കിടന്ന് അത് ഈ സാധനം എടുത്ത് ഫുള്ള് നാട്ടി പിടിച്ച് തിന്നേ. ഞാൻ തിന്നേ അത് തിന്നെ കൊടുക്കൂല, ചത്താലും അത് തിന്നെ. അല്ല മറ്റേ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറഞ്ഞില്ല. വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു. നമ്മള് മര്യാദക്ക് കൊടുത്തതാ. ഒറ്റ വാക്ക് വേണ്ട. വല്ലതും കുടിക്കാണ്ടോ? മന്തിന്റെ കൂടെ പെപ്സി, അതാണ് അതിന്റെ ഒരു ഇത്. അതെ, ഒരു തവണ കൂടെ ചോദിക്കാം. ഒരു തവണ ബക്രി ഇത് നോക്കി, ഈ പീസ് നോക്കിയേ, മോനെ ബക്രി, ഈ പീസ് നോക്കിയേ, ഈ പീസ് നോക്കിയേ. ഇത് വേണമെങ്കിൽ മേടിച്ചോ, മേടിച്ചോ. ഇത് ആദ്യം മേടിക്കുന്ന ആൾ കഴിക്കാം. ഇത് മേടിച്ച വേറെ സാധനങ്ങൾ വരുമോ? ഇത് മേടിച്ച വേറെ സാധനം തരുന്നില്ല. ഇതിപ്പോ തിന്നാൻ മേടിച്ചോ, ഒന്നും കിട്ടൂല. ഇവന്മാര് ഫുള്ള് തിന്നേർക്കുന്നുള്ള വാശിയിലിരിക്കുക. നമ്മള് പറ്റിച്ചവരാ നമ്മളെ. ഷെയറിംഗ് മെന്റാലിറ്റി ഇങ്ങനല്ലേ നിനക്കൊരു ഫുൾ പൈസ ഞാൻ തന്നു. ആക്ച്വലി നമ്മള് അത് ഷെയറിംഗ് മെന്റാലിറ്റി ഇല്ല. എല്ലാതും ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ട്. പക്ഷെ അവൻ തീരുമാനിക്കണം, അവന്റെ സാധനമല്ലേ. തണുത്തൊരു ബിരിയാണി അതെന്റെ അപ്പൂനോട് ഞാൻ ബീഫ് കഴിക്കത്തില്ല. ആണോ? എന്നാ അത് ആകെ ബീഫ് വരാന്ന് വിചാരിച്ച പിന്നെ അത് ബീഫിന് മുമ്പിലുള്ള ആദ്യം ചാടി അലർജിയാണ് ബീഫ്. ഇതിലൊരു പീസ് ഇരിക്കുന്നു. അയ്യോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് തോറ്റ ടീമിന് കിട്ടിയാണ്. അയ്യോ എനിക്ക് വേണോ? നീ കഴിച്ചോ, നീ അവിടെ വെച്ചേക്കെ എന്റെ സന്തോഷം. അടി ഉണ്ടാക്കാതെ കഴിച്ചോ. ഇപ്പൊ പ്രശ്നം എന്താ? അത് നീ അങ്ങോട്ട് തിരുമ്പോൾ എനിക്ക് കുടിച്ചായിരുന്നു. അത് വെറുതെ ഇവിടെ എനിക്ക് ഇച്ചിരി ബർഗർ ഉണ്ട്, അത് വസ്കോയ്ക്ക് കൊടുക്കാവോ? അല്ലേ ഇഷ്ടംപോലെ ബിരിയാണി ഇരിക്കുന്നു. എന്തായാലും ഗൈസ്, എന്തായാലും നമ്മള് ചാലഞ്ച് കംപ്ലീറ്റ് ആക്കല്ലേ. ഇച്ചിരി ഒരു 20 മിനിറ്റ് ലേറ്റ് ആയെങ്കിലും ചാലഞ്ച് കംപ്ലീറ്റ് ആക്കണം ഗൈസ്. നമ്മുടെ ഒരു ബീഫ് ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ ഗൈസ് ഒരു പിസ്സ ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഒരു ഫുൾ ബീഫ് ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ പിസ്സ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അവർക്ക് കൊടുക്കാം. എന്തായാലും ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയാണ് ഗൈസ്. തോറ്റ കുഴപ്പമില്ല, ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയതല്ലേ ഗൈസ്. അതുകൊണ്ടൊന്നല്ല, ഇത് ഞങ്ങൾക്ക് തിന്നാൻ വയറില്ല, അതുകൊണ്ട് മാത്രം. പിന്നെ ഈ ചിക്കൻ കൂടി കൊടുത്തേക്കും. എനിക്കും വിഷമായി, അത്ര വിഷമില്ലായിരുന്നു. എനിക്കും വിഷമായിരുന്നു. ഈ ബിരിയാണി കൂടി തിന്നാൻ സ്പൈസ് ഇല്ലല്ലോ. ബീഫ് ഇത് വേണോ? ഇത് വിഷയഗാനാണ്. ഇത് ചിക്കന്റെ തുമ്പിക്കയ്യാ പറ്റിക്കുക തന്നെ. അത് മേടിക്കുക. 2 പ്രാവശ്യം പറ വേണമെന്ന്. ഇതിലോട്ട് വെച്ചോ. 2 പ്രാവശ്യം വേണമെന്ന് അറിയത്തില്ല. വേണം. അങ്ങനെയല്ല കൊമ്പൻ ചേട്ടാ, അത് എനിക്ക് വേണ്ട. പട്ടീന്ന് കൊമ്പ ടീമല്ലേ നമ്മള്?
ടീമായി പോയി ടീമാണ് പോളാ പട്ടി പറ്റിച്ചു എങ്ങനെയാന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ പറ്റിക്കുന്നല്ല പിന്നെ നമ്മൾ ഡിലേ ആക്കിയിരുന്നു. അത് സംഭവം എന്താ പറയാ, ആദ്യം അവൻ വിളിച്ചപ്പോണെങ്കിൽ അവന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നോയ്സും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അവന്മാർ ഇവിടെ എത്തിയിട്ട് നമ്മളെ മണ്ടന്മാരാക്കാൻ വേണ്ടി വിളിക്കണതാണ്. അപ്പൊ ഞാനാണ് നമ്മൾ അവിടെ നിൽക്കുമല്ലായിരുന്നു. അവിടെ നിന്ന് ഓക്കെ നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടില്ല, അല്ല നമ്മൾ തുടങ്ങിയിട്ടില്ല, നമ്മൾ 3 കഴിഞ്ഞുള്ളൂ, 2.5 ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനാകെ 3 അല്ല സോറി, 1 കഴിഞ്ഞുള്ളൂ, 2.5 ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവന്മാര് വിളിച്ചപ്പോ നമ്മൾ എടുത്തില്ല. നമ്മൾ ആ സമയത്ത് വണ്ടിയിലായിരുന്നു. നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഫോണിൽ വണ്ടിയുടെ സൗണ്ട് ഇട്ട് ഒരെണ്ണം കൂടി ഉണ്ട് കഴിയാറ് പറഞ്ഞു. നമുക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഈ തെണ്ടി അങ്ങോട്ട് പോയി. അതൊക്കെ ആണെങ്കിൽ കള്ളക്കളി. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ഇവിടെ ഫുൾ സ്ട്രാറ്റജി കളിയായിരുന്നു എന്തായാലും കോമ്പറ്റീവ് ടീമിലൊക്കെ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച്, നമ്മുടെ പബ്ലിക് ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് ഇതുപോലെയുള്ള പബ്ലിക് ചാലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ